ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ സെഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, ഇന്ന് നമ്മളൊരു പാസേജ് സോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഇങ്ങനെ പാസേജസ് സോൾവ് ചെയ്യുന്നത് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് വളരെ നമ്മുടെ ത്രൂ റെഗുലർ പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് പാസേജസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. സോ ബിഫോർ സ്റ്റാർട്ടിങ്, യെസ്, എൻ്റെ പേര് റീബ. ഞാൻ ഒരു ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. യെസ്, ആൻഡ് ഓക്കെ, കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി MBA ചെയ്യാണ് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ എന്നെ പറ്റി. ആൻഡ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ, എന്താണ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ, ഇതിനൊക്കെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് സബ്സ്ക്രിപ്ഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ആൻഡ് നമുക്ക് വീക്ക്ലി ടെസ്റ്റ്, എല്ലാ ആഴ്ചയും ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ടോപ്പായിട്ടുള്ള എക്സാം എക്സ്പേർട്സ് ആയിരിക്കും. ആൻഡ് നമുക്കൊരു 1-to-1 ഗൈഡൻസ് കിട്ടും. ടോപ്പ് എക്സാം എക്സ്പേർട്സിൻ്റെ അടുത്ത് നമുക്കൊരു 1-to-1 ഗൈഡൻസ് കിട്ടുന്നതാണ്. സ്റ്റഡി പ്ലാൻസ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും കിട്ടുക. സ്ട്രക്ചേർഡ് കോഴ്സ് ആയിരിക്കും. ആൻഡ് നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ട്. 1 മാസം മുതൽ 24 മാസം വരെയുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു മാസം റേറ്റ് ഉണ്ട്, അതായത് 1350 രൂപ തുടങ്ങി 325 രൂപ വരെയുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ കാണുന്നതൊക്കെ ആക്ച്വൽ റേറ്റ് ആണ്. ഇതിലൂടെ തന്നെ നിങ്ങൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% കിട്ടും. റീബ 10 ആണ് എൻ്റെ കൂപ്പൺ കോഡ്. ആൻഡ് ഈ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഓൾറെഡി ഇപ്പം തീരാറായി. 27, അതായത് ഇന്ന് വരെയുള്ളൂ നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ 1 വർഷത്തെയോ ഇതിന് കൂടുതലോ പ്ലാൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിനോടൊപ്പം തന്നെ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ പ്ലാൻ. ആൻഡ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ്റെ പ്ലാനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 പ്ലാൻസ് ഉണ്ട്. 6 months, 12 months, 24 months ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഐക്കോണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രയോറിറ്റി കിട്ടും. എന്തിലൊക്കെയാണ്? നമ്മുടെ ആപ്പിലുള്ള ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഫീച്ചറിലൂടെ കിട്ടും. ആൻഡ് ലൈവ് ക്ലാസ്സിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടും, അതായത് സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ നമുക്ക് പ്രയോറിറ്റി കിട്ടും. ആൻഡ് ബാങ്ക് റെഗുലേറ്ററി കോമ്പാക്ട് നോക്കാം. 30 ക്വസ്റ്റൻസ് ആണ്. 50 മിനിറ്റിനുള്ള 30 ക്വസ്റ്റൻസ്. 30th ജാനുവരിയിലാണ് 10 മണിക്ക്, രാവിലെ 10 മണിക്കാണ് സമയമുള്ളപ്പോൾ നമുക്കൊരു 1 കോടി അത്രയും തന്നെ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് അല്ലേ. യെസ്, അതുപോലെ തന്നെ സാംസങ് മൊബൈൽ ഫോൺ, ആമസോൺ വൗച്ചേഴ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ആണ്. ഡോണ്ട് മിസ് ദിസ് ചാൻസ്. യെസ്, സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ടിപ്പ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഒരുപാട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്, വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ആൻഡ് നമ്മളൊരു പാസേജ് കണ്ടാൽ, നമ്മൾ പണ്ട് മുതലേ പാസേജസ് സോൾവ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. എങ്ങനെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ ഒരു പാസേജ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. വളരെ ഈസിയാണ്. അതായത് നമുക്കൊരു ഓപ്പൺ ബുക്ക് എക്സാം ഒക്കെ നടത്തുന്ന പോലെ തന്നെ ഒരു പാസേജ് വരും. അത് എന്നിട്ട് നമ്മൾ ആ ഒരു ഗിവൺ ടൈമിനുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആ പാസേജിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോകണ്ട, നമ്മൾ നേരത്തെ ഒന്നും പഠിക്കണ്ട, അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ നമുക്ക്. യെസ്, ആൻഡ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പാസേജ് തന്നു. ഇപ്പൊ നമ്മൾ വളരെ എളുപ്പമാണെന്നൊക്കെ പറയുന്ന പോലെ, വളരെ എളുപ്പമാണെങ്കിൽ അത്ര എളുപ്പമാണല്ലോ, പിന്നെ പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രശ്നം. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നു ഐ സ്പാൻ ഇംപ്രൂവ് ചെയ്യണമെന്ന്. ഇന്ന് ഞാൻ പറയാണ് അതുപോലെ നമ്മൾ വൊക്കാബ്സ്, നമുക്ക് വൊക്കാബുലറി നമ്മൾ കൂട്ടുക. മാക്സിമം വൊക്കാബ്സ് നമ്മളൊരു 1000 വൊക്കാബ്സ് എങ്കിലും ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ ഇപ്പോഴേ, ഇനി സമയമൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മളിത് പഠിക്കാം കേട്ടോ. യെസ്, ആൻഡ് നമുക്ക് ഒരു പാസേജ് ഞാൻ കാണിച്ചിട്ട് ഒറ്റ പാസേജ് നമ്മൾ നോക്കുന്നുള്ളൂ. കുറച്ച് ലെങ്തി ആണ്, ഒരുപാട് ലെങ്തി അല്ല, കുറച്ച് ലെങ്തി ആണ്. ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, ആൻഡ് ഇത് തേർഡ് പാരഗ്രാഫ്, ആൻഡ് ദിസ് ഇസ് എ ഫോർത്ത് പാരഗ്രാഫ്, ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ പാരഗ്രാഫ്, ഫിഫ്ത്ത് പാരഗ്രാഫ്. ഓക്കെ, ആൻഡ് ഈ 5 പാരഗ്രാഫ് ഒരു ഒറ്റ പാസേജ് ആണ് നമ്മൾ നോക്കുന്നുള്ളൂ. ആൻഡ് നമുക്ക് 8 ക്വസ്റ്റൻസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പം യൂഷ്വലി വരുന്ന പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള പാസേജ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ
എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ആണോ പാസേജ് ആണോ? നമ്മൾ പാസേജ് അല്ല ഇവിടെ ആദ്യം വായിക്കുന്നത്, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് ആണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്, അതിന് ശേഷമാണ് പാസേജ് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെയാണല്ലേ ചെയ്യുന്നത്? കാരണം ആദ്യം നമ്മൾ പാസേജ് വായിച്ചു, പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ആൻസർ വേണ്ടിയിട്ട് പിന്നെയും ആ ഒരു പാസേജ് ഫുള്ള് നമ്മൾ ഇങ്ങനെ തപ്പേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ഒരുപാട് സമയം കളയും. നേരെ മറിച്ച് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനുശേഷം നമ്മൾ പാസേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് അധിക നേരം സമയം പോവില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിക്കുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട്, കാരണം നമുക്കറിയാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ആ ഒരു പാസേജിൽ മൊത്തം ആൻസറിന് വേണ്ടി സെർച്ച് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. സോ പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. According to the passage, senior managers use intuition in all the following ways except to dash. ആ ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചേ. 5 ഓപ്ഷൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ളത്. യൂഷ്വലി റീഡിംഗ് കോംപ്രിഹെൻഷനിൽ 5 to 10 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. യെസ്, ക്വസ്റ്റ്യൻ വായിക്കാം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തന്നു, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ആൻസർ ഓപ്ഷൻസ് കൂടെ ഒന്ന് വായിക്കാം കേട്ടോ. യെസ്, ജസ്റ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. Second question, the passage suggests which of the following about the writer? Yes, writers on management mentioned in 12, line 12. Okay, അപ്പോൾ ഇങ്ങനെ ലൈൻ 12 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് ലക്ക് പോലെ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ എപ്പോഴും ഏത് ലൈനിലാണെന്നുള്ളത് മെൻഷൻ ചെയ്യണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. എപ്പോഴും അങ്ങനെ മെൻഷൻ ചെയ്യണമെന്നില്ല. ചിലപ്പം ഇങ്ങനെ ആയിരിക്കും, റൈറ്റേഴ്സ് ഓൺ മാനേജ്മെന്റ് മെൻഷൻഡ് എന്ന് പറയുന്നില്ല, മാനേജ്മെന്റ് അത് നമ്മൾ തന്നെ പാസേജിൽ നിന്ന് തപ്പിപ്പിടിക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് സമയം പോകുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യാം, കീ വേർഡ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ വേർഡ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ലൈൻ 12 എന്നൊക്കെ പറഞ്ഞാൽ പോലും യെസ്, അത് എത്രത്തോളം ലൈക്ക് ഇപ്പൊ ലൈൻ 12 എന്ന് നമ്മൾ ലൈൻ 12 നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 14th അല്ലെങ്കിൽ 9th ലൈനിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. കാരണം അവർ ടൈപ്പ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഫോണ്ടിന്റെ ഒരു അലൈൻമെന്റിന്റെ വ്യത്യാസം വരാം, പലപ്പോഴും ഇത് വരാറുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ 12th ലൈൻ കാണണമെന്നൊന്നുമില്ല, അങ്ങനെ ലൈൻ സ്പെസിഫിക് ആയിട്ട് പറയണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഈ ഒരു 5 ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. യെസ്, യെസ്, നോക്കിക്കേ. വായിച്ചോ? 5 ഓപ്ഷൻസ് ഉണ്ട്, നന്നായിട്ടത് വായിച്ചേ. Yes, 5 options are there. Okay. Third question, which of the following best exemplifies an aha experience? Line 28 as it is presented in the passage. Okay, ലൈൻ 28 ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ ആ 28 ലൈൻ സെർച്ച് ചെയ്ത് പോകണ്ട, നമുക്ക് അല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആഹാ എക്സ്പീരിയൻസ്, ഓക്കെ, അതൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് നോക്കാം കേട്ടോ. യെസ്, ഓക്കെ. നോക്കിക്കേ. നോക്കിക്കേ. ഈ ഒരു പാസേജ്, ഈ ഒരു 5 ഓപ്ഷൻസും വായിച്ച് പോകണം കേട്ടോ. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് വായിക്കാം. ഇനിയിപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻസ് വായിച്ച് സമയം പോകുമോ എന്നുള്ള ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാം. എക്സാമിന്റെ സമയത്ത് നമ്മൾ അപ്പൊ ആദ്യത്തെ ഇതിൽ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. യെസ്, പക്ഷെ ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയം ഉള്ളത് കൊണ്ട് നമുക്കത് വായിച്ച് തന്നെ പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പാസേജസ് ഒരു ഓപ്ഷൻസ് എല്ലാം വായിച്ച 5 ഓപ്ഷൻസ് ആണ്. യൂഷ്വലി 4 or 5 ഓപ്ഷൻസ് വരാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, യെസ്, എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ ആയിരിക്കും വരിക, വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരിക. യെസ്, ആൻഡ് ഫോർത്ത് വൺ, according to the passage, the classical model
decision analysis includes all of the following except dash. Yes. ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം. ഓക്കെ, അല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻസ് നോക്കുക. യെസ്, യെസ്, യെസ്. വായിച്ചു കഴിഞ്ഞോ? യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി അറിയത്തില്ലാത്തൊരു ടോപ്പിക്കാണെങ്കിൽ യൂഷ്വലി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് തരാൻ ചാൻസ് കുറവാണ്. എപ്പോഴും കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് വരാറുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ പാസേജ് ഒക്കെ നമുക്ക് വരാറുള്ളൂ. സോ യെസ്, അപ്പൊ അങ്ങനത്തെ പാസേജസ് നമുക്ക് എപ്പോഴും വരാറുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ ക്ലോസ് ടെസ്റ്റ്, അതുപോലെ പാരാജമ്പൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ നിൽക്കാണ്ട് അത് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മാറ്റി വെക്കാം. ബാക്കിയൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് നോക്കിയാൽ മതി കേട്ടോ. യെസ്, അപ്പൊ നോക്കിക്കേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ശരിക്കും നമ്മൾ ടയേർഡ് ആവും. നമുക്ക് ഒന്ന് ബ്രെയിനൊക്കെ ഒരു അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സുകൊണ്ടൊന്ന് ടയേർഡ് ആവും. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസിനെ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ബാക്കി ക്വസ്റ്റ്യൻസിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, യെസ്, നോക്കിക്കേ. യെസ്, വായിച്ചു കഴിഞ്ഞോ? ആൻഡ് നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ഇറ്റ് ക്യാൻ ബി inferred from the passage that which of the following would most probably be one major difference in behavior between manager X, who uses intuition to reach decisions, and manager Y, who use only formal decision analysis. Okay, നോക്കിക്കേ കേട്ടോ. ഈ ഓപ്ഷൻസ് വായിക്കുക. വായിച്ചു എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ പാസേജ് ഈ ഒരു ഓപ്ഷൻസ് വായിച്ചു, 5 ഓപ്ഷൻസ് വായിച്ചു, സെറ്റ് വായിച്ചേ, എന്നിട്ട് ഞാൻ പറയാം. യെസ്, നന്നായിട്ട് വായിക്കുക. യെസ്, നന്നായിട്ട് വായിച്ചു നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞോ? ഓപ്ഷൻസ് കുറച്ച് നീണ്ട ഓപ്ഷൻസ് ആണല്ലേ. യെസ്, വായിച്ചോളൂ. യെസ്, യെസ്, നന്നായിട്ട് വായിക്കുക. വായിച്ചു കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, അപ്പം ഇതിനകത്ത് കണ്ടോ, നമുക്ക് ഒരു പാസേജ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യം വെച്ച് നമുക്ക് ചെയ്യാനാണ്. ഇങ്ങനെയും വരും ക്വസ്റ്റ്യൻസ്. കാരണം റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കാനുള്ള സ്പീഡിനെ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുമോ എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ലാംഗ്വേജ് എന്തുമാത്രം വായിക്കാൻ പറ്റും, ആ വായിച്ച കാര്യങ്ങൾ നമുക്ക് എന്തുമാത്രം മനസ്സിലാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം വായിച്ചാൽ അത് എന്തുമാത്രം മനസ്സിലാകും, അല്ലെങ്കിൽ ആ മനസ്സിലായത് എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിച്ചിട്ട് എന്തുമാത്രം മനസ്സിലായി, ആ ഒരു കാര്യം നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. യെസ്, എപ്പോഴും റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നത്. ഓക്കെ, സോ നോക്കിക്കേ. ആൻഡ് ഇത് വായിച്ചു കഴിഞ്ഞാലോ 6th വേഴ്സ് നോക്കാം. It can be inferred from the passage that thinking or acting cycles, line 45 കണ്ടോ, line 45 എന്ന് പറയുന്നുണ്ട്, കിട്ടണം നിർബന്ധമില്ല കേട്ടോ. In managerial practice, yes, would be likely to result in which of the following. നോക്കിക്കേ, 4 ഓപ്ഷൻസ് ഉണ്ട്.
ആ ഒരു 3 ഓപ്ഷൻസ് ഇതെല്ലാം വായിച്ചു നോക്കി. യെസ്, വായിച്ചു നോക്കുക, ഓപ്ഷൻസ് വായിക്കുക. യെസ്, 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 വായിച്ചോ, കംപ്ലീറ്റ് ആയോ? നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കെപ്പോഴും റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ആൻസർ ചെയ്യാനായിട്ട് പലർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ്. ചിലപ്പോൾ നമ്മൾ ആ ഓതർ പറയുന്ന കാര്യമായിട്ട് തീരെ എഗ്രി ചെയ്യുന്നില്ലായിരിക്കാം. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ, നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ളൊരു ഓപ്ഷൻ കണ്ടാൽ നമ്മൾ അതിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ പ്രോസ്പെക്റ്റീവിലല്ല നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, നേരെ മറിച്ച് ഓതർ എന്താണോ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആ പാസേജിന്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ടേ നമ്മൾ എപ്പോഴും ഈ ഒരു ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. യെസ്, സോ ഓതർ എന്ത് പറയുന്നു, ഓതറിന്റെ പെർസ്പെക്റ്റീവ് എന്താണോ അത് വെച്ച് വേണം നമ്മൾ ആൻസർ സോൾവ് ചെയ്യാൻ. ഓക്കെ, യെസ്, ഓക്കെ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. The passage provides support for which of the following statements? നോക്കിക്കേ, ഏതാണ് കറക്റ്റ് നോക്കിക്കേ, നോക്കാം. വായിച്ചു കഴിഞ്ഞോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാസേജിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following best describes the organization of the first paragraph of the passage? Yes. So, ഈ ഒരു ഓപ്ഷൻസ്, ഈ 5 ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം ഞാൻ പറയാം. ഓപ്ഷൻസ് വായിക്കാം. 5 ഓപ്ഷൻസ് are there. Yes. Yes. യെസ്, വായിച്ചു കഴിഞ്ഞോ? 5 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഓർഗനൈസേഷൻ ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യൂഷ്വൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ എന്താണ്, ലാസ്റ്റ് പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പാസേജിന്റെ തന്നെ മെയിൻ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ ഈ പാസേജിന് കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ എന്താണ്, അല്ലെങ്കിൽ ടോൺ ഓഫ് ദ പാസേജ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായി ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റ വേർഡ് പോലും വിടാണ്ട് ചിലരിങ്ങനെ മൊത്തത്തിൽ ഓടിച്ചിട്ടൊക്കെ വായിക്കും. അങ്ങനെയല്ല, നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് പാസേജ് വായിച്ചിരിക്കണം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അതിനുള്ള സമയം കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലർക്ക് മടിയാകും, ആ ഒരു സമയത്ത് മടി വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചിട്ട് വായിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മള് ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. എന്നാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ ആണല്ലോ വായിക്കുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാനായിട്ട്. ഓക്കെ, സോ എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഒരു വേർഡ് പോലും വിടാണ്ട് വായിക്കാം. അല്ലെങ്കിൽ നമ്മളിത് പിന്നെയും ഒരു ക്വസ്റ്റ്യൻ കാണും, പിന്നെയും ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് നോക്കി കുറെ നേരം അങ്ങനെ സമയം പോകും. സോ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ,
Let's see the first. Okay, ആദ്യം ഈ പാസേജ് നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ പാരഗ്രാഫ് എടുക്കട്ടെ. Okay, so ഈ പാരഗ്രാഫ് നന്നായിട്ടൊന്ന് വായിക്കാം. Okay, yes. Yes, you will have 1 minute time. ഒരു മിനിറ്റ് മതി, പെട്ടെന്ന് വായിക്കാം. ഓക്കെ, ഒരുപാട് സ്പീഡ് എടുത്ത് വായിക്കണ്ട, ഒരു വേർഡ് പോലും വിടാണ്ട് നന്നായിട്ട് വായിക്കാം. ഓക്കെ, യെസ്, നന്നായിട്ട് വായിക്കാം കേട്ടോ. യെസ്, പാസേജ് വായിച്ചു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് എന്തിനെ പറ്റിയുള്ള പാസേജ് ആണെന്നും എല്ലാം. ഓക്കെ, യെസ്, യെസ്, യെസ്. ഓക്കെ, നന്നായിട്ട് വായിക്കാം. ജസ്റ്റ് വായിച്ചു പോകാം. അതിനുശേഷം ഞാൻ മീനിങ് ഉൾപ്പെടെ പറഞ്ഞുതരാം കേട്ടോ. ഓരോന്നിന്റെയും അറിയില്ലാത്ത വേർഡ്സിന്റെ ഒക്കെ മീനിങ് ഉൾപ്പെടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇത് വായിച്ചു. ആരെങ്കിലും ഇനി വായിക്കാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായിക്കാം കേട്ടോ. The majority of successful senior managers do not closely follow the classical rational model of first clarifying goals, assessing the problem, formulating options, estimating likelihoods of success, making a decision, and only then taking action to implement the decision. Rather, in their day-by-day tactical maneuvers, these senior executives rely on what is vaguely termed intuition to manage a network of interrelated problems that require them to deal with ambiguity, inconsistency, novelty, and surprise, and to integrate action into the process of thinking. എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ. So, yes. സെക്കൻഡ് പാരഗ്രാഫ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. സെക്കൻഡ് പാരഗ്രാഫ് അതും എല്ലാവരും ഒന്ന് വായിക്കാം. ഓക്കെ, യെസ്, ഒരു മിനിറ്റ് സമയമൊന്നും വേണ്ടല്ലോ അല്ലേ. യെസ്, യെസ്, നോക്കിക്കേ, വായിച്ചു കഴിഞ്ഞോ? യെസ്. Generations of writers on management have recognized that some practicing managers rely heavily on intuition. In general, however, such writers display a poor grasp of what intuition is. Some see it as the opposite of rationality. Others view it as an excuse of capriciousness. Okay. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ആദ്യം ഈ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. തേർഡ് പാരഗ്രാഫ് നോക്കുക. തേർഡ് പാരഗ്രാഫ് നോക്കിക്കേ. Yes. Let's go through the third paragraph. നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിക്കുക. ഒരുപാട് സ്പീഡിലൊന്നും വായിക്കണം, നമുക്ക് സമയമുണ്ട്. ഓക്കെ, യെസ്. Read the third paragraph. Yes, നന്നായിട്ട് വായിച്ചു നോക്കിക്കേ. Yes.
Yes. വായിച്ചു കഴിഞ്ഞോ? അങ്ങനെയാണ് എൻ്റെ കൂടെ ഒന്ന് വായിക്കാം. Eisenberg's recent research on the cognitive process of senior managers reveals that managers' intuition is neither of these. Rather, senior managers use intuition in at least 5 distinct ways. First, they intuitively sense when a problem exists. Second, managers rely on intuition to perform well learned behavior patterns rapidly. This intuition is not arbitrary or irrational, but is based on years of painstaking practice and hands-on experience that builds skills. A third function of intuition is to synthesize isolated bits of data and practice into an integrated picture, often in an aha experience. Okay? Yes. Yes. നമ്മുടെ ഫോർത്ത് പാരഗ്രാഫ് വായിക്കാം. കുറച്ച് ലെങ്തി പാരഗ്രാഫ് ആണ്, സോ സമയം തരാം കേട്ടോ. യെസ്, വായിക്കാം. Yes. Yes. നന്നായിട്ട് വായിക്കാം. Yes, okay. Yes. 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 നന്നായിട്ട് വായിക്കാം. Yes. Okay. വായിച്ചു കഴിഞ്ഞോ? ഈ സമയത്തുള്ളിൽ വായിച്ചു കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വായിക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. Fourth, some managers use intuition as a check on the results of more rational analysis. Most senior executives are familiar with the formal decision analysis models and tools, and those who use such systematic methods for reaching decisions are occasionally leery of solutions suggested by these methods, which run
counter to their sense of the correct course of action. Finally, managers can use intuition to bypass in-depth analysis and move rapidly to engender a plausible solution. Used in this way, intuition is an almost instantaneous cognitive process in which a manager recognizes familiar patterns. One of the implications of the intuitive style of executive management is that thinking is inseparable from acting. Since managers often know what is right before they can analyze and explain it, they frequently act first and explain later. Analysis is inextricably tied to action in thinking or acting cycles, in which managers develop thoughts about their companies and organizations not by analyzing a problematic situation and then acting, but by acting and analyzing in close concert. And the last paragraph, ചെറിയ പാരഗ്രാഫാണ്, അധികം സമയം കൊണ്ടും വേണ്ട, പക്ഷെ ഒരുപാട് സ്പീക്കിലൊന്നും വായിക്കണ്ട, നിങ്ങൾ സമയം എടുത്ത് വായിച്ചാൽ മതി. ഓക്കെ, യെസ്. വായിച്ചു? യെസ്, വായിച്ചു കഴിഞ്ഞോ? Given the great uncertainty of many of the management issues that they face, senior managers often instigate a course of action simply to learn more about an issue. They then use the results of the action to develop a more complete understanding of the issue. One implication of thinking or acting cycles is that action is often part of defining the problem, not just of implementing the solution. So ആർക്കെങ്കിലും ഇപ്പൊ നമ്മൾ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാരഗ്രാഫ് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം, അല്ലെങ്കിൽ വായിച്ച് കഴിഞ്ഞില്ല, അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ല, നമ്മളിനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു പാസേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഒന്നുകൂടിയും കാണണമായിരുന്നു, കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടിയും ഇട്ട് തരാം. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ വായിച്ചു കഴിഞ്ഞായിരിക്കും, കാരണം ആവശ്യത്തിന് സമയം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി പാസേജ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു നോക്കാം. ഓക്കെ, യെസ്, ഈസി പാസേജ് ആണ്, വായിച്ചപ്പോ മനസ്സിലായല്ലോ. അധികം ടഫ് വേർഡ്സോ കടുകട്ടി വേർഡ്സോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഒരു ഫീൽഡും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അല്ലേ? പലർക്കും പല ഇതല്ലേ, അപ്പൊ അതുകൊണ്ട് പാടുള്ളത് ടഫായിട്ടുള്ളവരുമുണ്ട്. യെസ്, ഇത് ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഒരു പാസേജ് ഒന്നുമല്ല, പക്ഷെ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പാസേജ് ആണ്. ഒത്തിരി കടുകട്ടി ഉള്ള പാസേജ്, ഒരു ടഫ് പാസേജും ഒന്നുമല്ല, ഹൈ ലെവൽ പാസേജ് ഒന്നുമല്ല, പക്ഷെ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന പാസേജ് ആണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്ത് തുടങ്ങാം. സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാസേജ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു ഒന്ന് വായിച്ച് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പോകണം. ഇത് പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മീനിങ് ഒക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ഓരോന്നിന്റെയും അറിയില്ലാത്തതിന്റെ എന്തിന്റെയും മീനിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. യെസ്, നോക്കാം. The majority of successful senior managers, yes, നിങ്ങൾ ഈ ഒരു പാസേജ് വായിച്ചാണല്ലോ അല്ലേ? പാസേജ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചല്ലോ, നമുക്ക് നോക്കാം ഏതായാലും. യെസ്, okay. The majority of successful senior managers do not closely follow the classical rational mode of first clarifying goals, assessing the problems, formulating options, estimating likelihoods of success, making a decision, and only then taking action to implement the decision. Okay, yes. So ഇവിടെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? Majority of successful senior managers കാര്യമാണ്. ഭൂരിഭാഗം സക്സസ്ഫുൾ ആയിട്ടുള്ള സീനിയർ മാനേജേഴ്സും classical rational model അല്ല
ഫോളോ ചെയ്യുന്നത്. ക്ലാരിഫൈങ് ഗോൾസ്. സോറി, ക്ലാരിഫൈങ് ഗോൾസ് അല്ല, യെസ്, അവർ ഒരുപാട് അത്ര കറക്റ്റായിട്ട് ഈ ഒരു ക്ലാസിക്കൽ റാഷണൽ മോഡല് അവർ ഫോളോ ചെയ്യാറില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള സീനിയർ മാനേജേഴ്സ് പലരും ഫോളോ ചെയ്യാറില്ല. ഓക്കെ, ആ മോഡൽ എന്താണെന്ന് പറയാണ്. യെസ്, നമുക്ക് നോക്കാം മോഡൽ എന്താണെന്ന്. ഫസ്റ്റ്, ക്ലാരിഫൈ. ഓക്കെ, 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 ഓക്കെ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, പെൻടാബിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നി. ഒന്ന് നോക്കട്ടെ. യെസ്, ഓക്കെ. ഇവിടെ എന്താണ് പറയുന്നത്? മെജോറിറ്റി ഓഫ് സീനിയർ മാനേജേഴ്സും ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതാണ് അല്ലേ? നോക്കിക്കേ, ക്ലാരിഫൈങ് ഗോൾസ്, അഗെയിൻ അസസിങ് ദ പ്രോബ്ലം, അഗെയിൻ യെസ് നോക്കാം, formulating options, estimating likelihoods of success, and yes, making a decision. Okay, അപ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളും ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ആളുകളും ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇവർ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? യെസ്, നമുക്ക് നോക്കാം ഏത് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, 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 ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഇതാണ് കോമൺ ആയിട്ടുള്ള മെത്തേഡ്, ഇതാണ്. യെസ്, അവരെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പം ഈ ഏത് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. മെജോറിറ്റി ഓഫ് ആളുകളും ഈ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ മെജോറിറ്റി ഓഫ് ആളുകളും ഈ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. റാദർ അവർ എന്താണ് ചെയ്യുന്നത്? റാദർ ഇൻ ദിയർ ഡേ ബൈ ഡേ ടാക്ടിക്കൽ മാനേഴ്സ് these senior executives rely on what is vaguely termed intuition to manage a network of interrelated problems that require them to deal with ambiguity, inconsistency, novelty, and surprise. Okay, and to integrate action into the process of thinking. Okay, yes, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ്. അപ്പൊ ഇത് ഞാനിപ്പോ എന്താണെന്ന് പറഞ്ഞു. ആക്ച്വലി എന്താണ് പറയുന്നത്? ഭൂരിഭാഗം ആളുകൾ, majority of successful senior managers do not closely follow the classical rational model of first clarifying goals.
ഈ ഒരു ക്ലാസിക്കൽ റാഷണൽ മോഡൽ അല്ല majority of successful senior managers follow ചെയ്യുന്നത്. പിന്നെ എന്താണ്? In their day-by-day tactical maneuvers, these senior executives rely on what is vaguely termed intuition to manage a network of interrelated problems that require them to deal with ambiguity. ഒരു പുതിയ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. And generations of writers on management have recognized that some practicing managers rely heavily on intuition. അപ്പം ഈ ജനറേഷൻസ് പല റൈറ്റേഴ്സും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പല പ്രാക്ടീസിങ് ആയിട്ടുള്ള മാനേജേഴ്സും ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് പലരും ഇൻറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഇൻറ്റ്യൂഷൻ നമുക്കൊരു തോന്നലുണ്ടാകുക. നമ്മൾ സിക്സ് സെൻസ് എന്നൊക്കെ പറയുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഇൻസ്റ്റന്റ്ലി, നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കണക്കൂട്ടൽ വെച്ചിട്ടായിരിക്കും പല managers ചെയ്യുന്നത്. In general, however, such writers display a poor grasp of what intuition is. So, however, എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. Yes, however, such writers display, such writers എന്താണ്? Such writers display എന്താണ്? a poor grasp എന്തിന്റെയാണ്? however നോക്കിക്കേ. however such writers എന്താണ്? ഡിസ്പ്ലേ അതാ ഒരു പോയിന്റ് നോക്കിക്കേ. display a poor grasp of what intuition is. Yes, so intuition എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞല്ലേ. so yes, so ഇങ്ങനെ എഴുതുന്ന ആൾക്കാർക്ക് ഈ റൈറ്റേഴ്സിന് അങ്ങനെ എഴുതുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ എന്നതിനെ പറ്റി വളരെ കുറച്ച് നോളജേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓതർ പറയുന്നത് സം സീ ഇറ്റ് ആസ് ഓപ്പോസിറ്റ് ഓഫ് റാഷണാലിറ്റി. ചിലര് റാഷണാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ ഇൻറ്റ്യൂഷൻ എന്നാണ് കരുതുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ റാഷണാലിറ്റി? റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു യുക്തിബോധം. ഓക്കെ, യുക്തിബോധത്തിനാണ് നമ്മൾ റാഷണാലിറ്റി എന്ന് പറയുന്നത്. അതേഴ്സ് വ്യൂ ഇറ്റ് ആസ് ആൻ എക്സ്ക്യൂസ് ഫോർ capriciousness. Okay, so what do you mean by capriciousness? So capricious എന്നൊക്കെ എന്താണെന്ന് നമ്മൾ പലവട്ടം കണ്ട ഒരു കാര്യമാണ്. വൊക്കാബ്സിന്റെ സെഷനിലും ഒക്കെ capricious എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. capricious. Okay, so capricious എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by capricious or capricious? Yes, capricious എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യതിചലിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇങ്ങനെ വ്യതിചലിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ capricious എന്ന് പറയുന്നത്. ഓക്കെ, capriciousness. ഓക്കെ, capriciousness എന്ന് പറഞ്ഞാൽ ചാബല്യം. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. Eisenberg's recent research on the cognitive process of senior managers reveals that managers' intuition is neither of these. അപ്പം ഐസൻബർഗിന്റെ റീസെന്റ് റിസർച്ച് പ്രകാരം ഈ ഒരു മാനേജേഴ്സ് ഇൻറ്റ്യൂഷൻ പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെന്ന് തെളിഞ്ഞു. റാദർ പിന്നെയോ സീനിയർ മാനേജേഴ്സ് യൂസ് ഇൻറ്റ്യൂഷൻ ഇൻ അറ്റ് ലീസ്റ്റ് 5 distinct way. സോ ഈ ഒരു സീനിയർ മാനേജേഴ്സ് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുന്ന ഈ 5 കേസുകളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ്, they intuitively sense when a problem exists. ഒരു പ്രോബ്ലം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരത് സെൻസ് ചെയ്യും. സെക്കൻഡ്, മാനേജേഴ്സ് റിലേ ഓൺ ഇൻറ്റ്യൂഷൻ ടു പെർഫോം വെൽ ലേൺഡ് ബിഹേവിയർ പാറ്റേൺസ് റാപ്പിഡ്ലി. ഓക്കെ, സോ മാനേജേഴ്സ് റിലേ ഓൺ ഇൻറ്റ്യൂഷൻ. ഇവര് ഇൻറ്റ്യൂഷൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ടു പെർഫോം വെൽ ലേൺഡ് ബിഹേവിയർ പാറ്റേൺസ് റാപ്പിഡായിട്ട് വെൽ ലേൺഡ് ബിഹേവിയർ അവിടെ പെർഫോം ചെയ്യാനായിട്ട്. ദിസ് ഇൻറ്റ്യൂഷൻ ഈസ് നോട്ട് ആർബിട്രറി ഓർ ഇറാഷണൽ. ഇത് ആർബിട്രറി ഇറാഷണൽ അല്ല, ബട്ട് ഈസ് ബേസ്ഡ് ഓൺ ഇയേഴ്സ് ഓഫ് പെയിൻസ്റ്റേക്കിംഗ് പ്രാക്ടീസ് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ദാറ്റ് ബിൽഡ് സ്കിൽസ്. അപ്പോൾ ഇതൊരു ഇറാഷണൽ ആയിട്ടുള്ള കാര്യമോ ആർബിട്രറി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല.
So regular practice ഇവരുടെ തന്നെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്ക് കിട്ടിയ കാര്യമാണ്. And a third function of intuition is to synthesize isolated bits of data and practice into an integrated picture of in an aha experience. A third function of intuition. Yes, a third function. Third എന്താണ്? അപ്പോൾ നമ്മൾ 5 ഉണ്ടെന്ന് പറഞ്ഞു. Yes, 5 ഉണ്ടെന്ന് പറഞ്ഞു. And third ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. Okay. Yes. Function of intuition is to synthesize isolated bits of data and practice into an integrated picture, often in an aha experience. So what do you mean by aha experience? അത് നമുക്ക് ലിറ്ററേച്ചർ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷേ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സോ ആഹാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ദ യുറേക്ക എഫക്റ്റ് അല്ലേ? യുറേക്ക എഫക്റ്റ് അറിയാലോ, ഓൾസോ നോൺ ആസ് ആഹാ മൊമെന്റ് ഓർ യുറേക്ക മൊമെന്റ്. ഓക്കെ യെസ്, എന്താണ്? യെസ്, നമുക്ക് ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ് വളരെ സഡൻ ഒരു ഇൻസൈറ്റ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്തെങ്കിലും പെട്ടെന്ന് ആഹാ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം, ആ ഒരു ഇതിനാണ് നമ്മൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ വരുന്ന നമ്മളൊരു ആഹാ, ചില ആഹാ യുറേക്ക എന്നൊക്കെ പറയും. ഓക്കെ, സോ റെഫേഴ്സ് ടു എ വെരി കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസ് of suddenly understanding a previously incomprehensible problem or concept. Some research described the aha moment started with 4 defining. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ യുറേക്ക എഫക്റ്റിനാണ് ആഹാ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ യെസ്, അടുത്ത നോക്കാം. യെസ്, അപ്പോൾ തേർഡ് പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞു. ആൻഡ് ഫോർത്ത് വൺ, യെസ് നോക്കിക്കേ. Fourth, some managers use intuition as a check on the results of more rational analysis. More senior executives are familiar with the formal decision. Yes. And analysis models and tools, and those who use systematic methods of reaching decisions are okay. And fourth പറയുന്നു. So fourth എന്താണ്? Some managers use intuition as a check on the results of more rational analysis. Intuition just ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. Yes. And fifth എന്താണ്? Finally, managers can use intuition to bypass in depth analysis, and move rapidly to engender a plausible solution. Okay, so ഇതാണ് പാരഗ്രാഫ് പറയുന്നത്. ഇനി ഫൈനൽ പാരഗ്രാഫ് നോക്കാം. Given the great uncertainty of many of the management issues that they face, senior managers often instigate a course of action simply to learn more about an issue. Okay, so ഈ ഒരു uncertainty, ഒരുപാട് മാനേജ്മെന്റ് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നതിന് ഒരു അൺസർട്ടനിറ്റി, സീനിയർ മാനേജേഴ്സ് ഓഫൺ ഇൻസ്റ്റിഗേറ്റ് എ കോഴ്സ് ഓഫ് ആക്ഷൻ സിംപ്ലി ടു ലേൺ മോർ അബൌട്ട് ആൻ ഇഷ്യൂ. ആ ഇഷ്യൂ പഠിക്കാനായിട്ട് ഇവർ ഒരു ആക്ഷൻ തന്നെ അവിടെ ഇറക്കും. They then use the results of the action to develop a more complete understanding of the issue. Okay, ഈ ഒരു ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. One implication of thinking or acting cycles is that action is often part of defining the problem, not just of implementing the solution. So ഈ പാസേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിരിക്കുകയാണ്. ഈ 8 ക്വസ്റ്റൻസേ ഉള്ളൂ, സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. 8 ക്വസ്റ്റൻസ് ആണ്. സോൾവ് ചെയ്തതിന് ശേഷം ആൻസേഴ്സ് കമന്റ് ചെയ്യുക, ഞാനത് ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്നൊരു പാസേജ് നമ്മൾ നോക്കിയിരിക്കുകയാണ്. അതിന് സോൾവ് ചെയ്ത് നമ്മൾ അടുത്ത ദിവസമാണ് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ദിവസം ബാക്കി ഒരു പാസേജ് കൊണ്ട് നമ്മൾ ചെയ്യും. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. ആൻഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങളെ പറയുന്നു, പ്ലസ് സബ്സ്ക്രിപ്ഷനും ഐക്കോണിക് സബ്സ്ക്രിപ്ഷനും. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 10% ഡിസ്കൗണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നിങ്ങൾക്ക് ഈ ഒരു ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ ഇന്നും കൊണ്ട് കഴിയാണ്. അപ്പോൾ നിങ്ങൾ 1 ഇയറോ അതിന് മുകളിലേക്കുള്ള പ്ലാൻസ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് 6 മന്ത്സും കൂടെ ഓഫർ കിട്ടുന്നതാണ്. ആൻഡ് റിപ്പോർട്ട് ആൻഡ് വിൻ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾ മറക്കാതെ നോക്കുക. Opportunity for all learners to report any inappropriate content in the video. Be the first one to report a particular issue to claim your prize. Report an inappropriate content using form in the description. Okay. Yes. Okay. Opportunity for all learners to report any inappropriate content in the video. Yes. എന്ന് പറഞ്ഞ എന്താണ്? Yes. Okay. യെസ്, അതായത് നമ്മുടെ വീഡിയോസ്, നമ്മൾ പലരും ഇപ്പോൾ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ
എവിടെയെങ്കിലും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടു, അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലെയിം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. ഓക്കെ, സോ യെസ്, നിങ്ങൾ ആദ്യത്തെ ആളാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രൈസ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഫോം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ സെഷൻ. താങ്ക് യു. ഇപ്പം നിങ്ങൾക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ട്, 5 മണിക്കാണ് ക്ലാസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ കാണും. സ്ക്രീനിൽ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻസേഴ്സ് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളിപ്പോൾ തന്നെ ഈ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ബൈ. അടുത്ത